നേപ്പാളിൽ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ഇടക്കാല ചീഫ് എക്സിക്യൂട്ടീവായി ഇന്ന് ചുമതലയേൽക്കും. പൊതു മിനിമം അജണ്ടയിലാകും ഇടക്കാല സർക്കാർ പ്രവർത്തിക്കുക. സമാധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കും വരെ സൈന്യത്തിനാണ് ക്രമസമാധാനത്തിന്റെ ചുമതല. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഈ ഒരു അനിശ്ചിതാവസ്ഥ ഇന്നലെ വൈകിട്ടോടെയൊക്കെ തന്നെ ആരാകും നേതൃത്വത്തിലെത്തുക എന്നുള്ളത്. പക്ഷേ ബലൻഷായ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ യുവാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അത് വേണ്ട, താനല്ല നയിക്കുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? വെരി ഗുഡ് മോർണിംഗ് സ്മിത, റിജിത്ത്. കഴിഞ്ഞ ദിവസം ഈ ജൻസി പ്രതിഷേധക്കാർ ഉൾപ്പെടെ ഉയർത്തിയ രണ്ട് പേരുകളിൽ ഒന്ന് ബലൻഷായുടെയും മറ്റൊന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജി സുശീല കർക്കിയുടേതുമായിരുന്നു. എന്നാൽ സൈനിക മേധാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ മുൻതൂക്കം നൽകിയത് സുശീല കർക്കിയുടെ പേരിന് തന്നെയാണ്. കാരണം അവർ വലിയ കാലത്തെ ദീർഘനാളത്തെ അനുഭവ പരിചയമുള്ള അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി സുശീല കർക്കിക്കാണ് സൈനിക മേധാവി മുൻതൂക്കം നൽകിയത്. എന്നാൽ ആദ്യഘട്ട ചർച്ചകളിലൊന്നും തന്നെ ഈ ഒരു പദവി ഏറ്റെടുക്കാൻ സുശീല കർക്കി സമ്മതിച്ചിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പലതവണ സൈനിക മേധാവി ഇതുമായി ബന്ധപ്പെട്ട അശോക് രാജ് സിംഗ്ഡൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. ഇവരുടെ വസതിയിലെത്തി. കൂടാതെ ജൻസി പ്രക്ഷോഭകരുമായും ചർച്ചകൾ നടത്തി. തുടർന്ന് ഒടുവിൽ ജൻസി പ്രക്ഷോഭകർ തന്നെ നേരിട്ട് ആവശ്യപ്പെട്ട ബലൻഷായും ആവശ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് സുശീല കർക്കി ഈ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. അവർ നേരത്തെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള ഇവർക്കെതിരെ സർക്കാർ നീക്കം നടത്തുകയും അവരെ സ്ഥാനത്തു നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ്, ഇംപീച്ച്മെന്റ് നോട്ടീസ് ഉൾപ്പെടെ നൽകിയ ഘട്ടത്തിലാണ് സാഹചര്യവും മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഈ നിലവിൽ ഇപ്പോൾ പുതിയ സർക്കാർ ഇന്ന് ചുമതലയേൽക്കും. ഒരു ഇടക്കാല ചീഫ് അഡ്മിനിസ്ട്രേറ്ററായി സുശീല കർക്കി ഇന്ന് ചുമതലയേൽക്കും. ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇടക്കാല സർക്കാർ പ്രവർത്തിക്കുക. ക്രമസമാധാന നില പൂർണ്ണമായും പുനഃസ്ഥാപിക്കും വരെ ചുമതല സൈന്യം തന്നെയായിരിക്കും വഹിക്കുക. തുടർന്ന് പുതിയ ഭരണഘടനയുടെ നിർമ്മാണം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലുള്ള തീരുമാനം. അതേസമയം ഈ നേപ്പാളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ മടങ്ങിയെത്തിക്കുന്നതിനായി ഇന്ന് പ്രത്യേക വിമാന സർവീസുകൾ ഇൻഡിഗോയും എയർ ഇന്ത്യയും നടത്തുന്നുണ്ട്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള പ്രത്യേക സർവീസുകൾ ഇന്ന് നടക്കുന്നത്. ന്യായമായ സർവീസ് ചാർജ് മാത്രമേ യാത്രക്കാരിൽ നിന്നും ഈടാക്കാവൂ എന്ന നിർദ്ദേശവും കേന്ദ്ര സർക്കാർ ഈ കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നാളെ മുതൽ സാധാരണ ഷെഡ്യൂളുകൾ, നേരത്തെ നിശ്ചയിച്ച ഷെഡ്യൂളുകൾ അനുസരിച്ചായിരിക്കും ഈ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ പ്രവർത്തിക്കുക. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ മുഴുവനായും ഈ 2 ദിവസത്തിനകം തന്നെ മടക്കിക്കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാർ പങ്കുവയ്ക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നേപ്പാൾ ശാന്തമാവുകയാണ്. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഊർജിതമായി നടക്കുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോക മനസാക്ഷിയെ നടുക്കിയ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണം നടന്നിട്ട് 24 വർഷം. അമേരിക്കൻ ഐക്യനാടുകളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അൽ ഖ്വയ്ദ ഭീകരർ നടത്തിയ ചാവേർ ആക്രമണത്തിന് ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ല. 2001 സെപ്റ്റംബർ 11 രാവിലെ 8:30 ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ 2 ടവറുകളിലേക്ക് ഭീകരർ വിമാനങ്ങൾ ഇടിച്ചു കയറ്റി. മിനിറ്റുകൾക്കകം ഇരു ടവറുകളും നിലംപൊത്തി. 19 പേരടങ്ങുന്ന അൽ ഖ്വയ്ദ ഭീകരർ സംഘങ്ങളായി തിരിഞ്ഞ് 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ റാഞ്ചി. സംഘം 4ആയി തിരിഞ്ഞാണ് ആക്രമണം നടത്തിയത്. തൊട്ടുപിന്നാലെ അമേരിക്കൻ സൈന്യത്തിന്റെ ആസ്ഥാനമായ പെന്റഗണിലേക്ക് അടുത്ത വിമാനം ഇടിച്ചിറങ്ങി. 4ാമത്തെ വിമാനം വൈറ്റ് ഹൌസ് ലക്ഷ്യമാക്കിയുള്ളതായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. യാത്രക്കാരും ഭീകരരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പെൻസിൽവാനിയയിലെ പാടശേഖരത്ത് വിമാനം തകർന്നു വീണു. 77 രാജ്യങ്ങളിൽ നിന്നുള്ള 2977 പേർ കൊല്ലപ്പെട്ടു. 10,000-ലധികം പേർക്ക് പരുക്കേറ്റു. യുദ്ധതന്ത്രങ്ങളെക്കാൾ സൂക്ഷ്മതയോടെ മെനഞ്ഞ ഭീകരാക്രമണമായിരുന്നു അത്. അൽ ഖ്വയ്ദ ഭീകരൻ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദാണ് ആക്രമണത്തിന്റെ ആശയം ഒസാമ ബിൻ ലാദന് മുന്നിൽ അവതരിപ്പിച്ചത്. 1998 ബിൻ ലാദൻ പദ്ധതിക്ക് അനുമതി നൽകി. ആക്രമണം നടന്നതിന് തൊട്ടടുത്ത മാസം അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലെത്തി. ഡിസംബറോടെ താലിബാൻ ബുദ്ധികേന്ദ്രമായിരുന്ന ബിൻ ലാദനെ അമേരിക്ക വധിച്ചു. 10 വർഷത്തോളം നാറ്റോ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ തുടർന്നു.
എന്നാൽ സൈന്യം മടങ്ങിയതോടെ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻ അധികാരത്തിലെത്തി. റിസർച്ച് ഡെസ്ക് 24. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചതിനെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീംകോടതിയിൽ ഇന്നും വാദം തുടരും. കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ തുടരുക. നിയമസഭ പാസാക്കിയ ബില്ലുകളെ ഗവർണർമാർ പിടിച്ചുവെക്കുന്നു എന്ന ആക്ഷേപം വ്യാജമാണെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നെങ്കിലും വാദത്തെ സുപ്രീം കോടതി തന്നെ ചോദ്യം ചെയ്യുന്ന നിലയും ഉണ്ടായി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിവസമായി മാറുകയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിങ്ങനെ നീണ്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എപ്പോഴാണ് ഈ പരിഗണിക്കുക, ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കമുണ്ടാവുക? സ്മിത, റിജിത്ത്, ഏറെ നിർണായകമായ ഒരു കേസ്, അതായത് രാഷ്ട്രപതിയുടെ റഫറൻസിലുള്ള വാദമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുക. ഇന്ന് ഈ രാഷ്ട്രപതിയുടെ റഫറൻസിലെ വാദങ്ങൾ സുപ്രീം കോടതിയിൽ പൂർത്തിയാകും. പ്രധാനമായും ഈ കേന്ദ്ര സർക്കാരിൻ്റെ വാദമാകും ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുക. ഉച്ചയോടുകൂടി ഇത് പൂർത്തിയാകും. ഈ റഫറൻസിനെ എതിർക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇന്നും മറുപടി നൽകും. കഴിഞ്ഞ ദിവസവും കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ വിഷയത്തിൽ വാദമുഖങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഗവർണർമാർ ബില്ലുകൾ അനാവശ്യമായി തടഞ്ഞു വെക്കുന്നു എന്നുള്ള സംസ്ഥാനങ്ങളുടെ വാദം പൊള്ളയാണ് എന്ന വാദം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നെങ്കിലും അത് പൂർണ്ണമായും അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പ്രധാന വാദം എന്നുള്ളത് 1970 മുതൽ സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകളിൽ 90% ഒരു മാസത്തിനുള്ളിൽ തന്നെ ഗവർണർമാർ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നും 17,150 ബില്ലുകളിൽ 20 കേസുകൾ മാത്രമാണ് ഗവർണർമാർ അനുമതി തടഞ്ഞു വെച്ചിട്ടുള്ളൂ എന്നും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ബില്ലുകൾ തടഞ്ഞു വയ്ക്കപ്പെട്ടത് തമിഴ്നാട്ടിൽ ഈ കേസിന് ആസ്പദമായ സുപ്രീം കോടതി വിധി ഉണ്ടാകുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് എന്നുമുള്ള കണക്കുകളാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിരത്തിയത്. എന്നാൽ ഇതിനെ ഈ മറു കക്ഷികളുടെ അഭിഭാഷകർ, മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയും എതിർക്കുകയായിരുന്നു. സുപ്രീം കോടതിയും ഇത്തരം കണക്കുകൾ അല്ല നിലവിലെ ആവശ്യം എന്ന നിലപാടാണ് എടുത്തത്. അതേസമയം ഈ 2014 മുൻപും ശേഷവും എന്ന വ്യത്യാസം കോടതിക്ക് മുന്നിൽ ഇല്ല എന്ന കാര്യവും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസത്തെ വാദത്തിനിടെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ രാഷ്ട്രപതി, ഈ ഗവർണർമാർ എന്നിവർ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെ നിർണായകമായ ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഈ ഇന്നത്തെ വാദം പൂർത്തിയാക്കിയ ശേഷം വരാനുള്ളത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.